പള്ളിയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒഴികെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന ഈ ദാസരെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവെ എന്ന് അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുക്കളെ അർഹരാക്കണമേ. ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാട്ടരുവി തേടി നടക്കുന്ന കലമാനെ പോലെ കർത്താവെ ഞാൻ അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടരുവി തേടി നടക്കുന്ന കലമാനെ പോലെ കർത്താവെ ഞാൻ അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു. എനിക്ക് എപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും? രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നെ പരിഹസിക്കുന്നു. അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും. സ്തുതി കീർത്തനങ്ങൾ കേട്ട് അനേകർ ആനന്ദിക്കും. എന്റെ ആത്മാവെ, നീ എന്തിനു ആകുലപ്പെടുന്നു? നീ എന്തിനു മൂകമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. എന്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നു. ജോർദാൻ ദേശത്തും ഹെർമോനിലും മിസാറിലും ഞാൻ അങ്ങയെ അനുസ്മരിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, അങ്ങയുടെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസരിൽ പൂർത്തിയാക്കണമേ. അങ്ങയുടെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശുക്കൾ പുതുജന്മം പ്രാപിക്കട്ടെ. അങ്ങയുടെ ഭൗതിക ശരീരത്തിൽ അവയവമായി തീരുന്ന ഈ ദാസർ ഓദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസരോടത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തലതൊട്ടപ്പനും തലതൊട്ടപ്പന്മാരും തലത്തമ്മമാരും മറുപടി പറയുക. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സോഫിയ മുദ്രിതയായിരിക്കുന്നു. ആമേൻ. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നഥാനിയേൽ മുദ്രിതനായിരിക്കുന്നു. സഭയെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
യേശുക്രിസ്തുവിന്റെ വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനെ ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ദർശിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. യോഹന്നാൻ ഈശോയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് മാമോദിസ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നു. ഈശോ മറുപടിയായി യോഹന്നാനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടാൽ അങ്ങനെ സർവ്വനീതി പൂർത്തിയാക്കുക നാം ഉചിതമാണ്. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. മാമോദിസ കഴിഞ്ഞയുടെ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ സംപ്രീതി പ്രാപിച്ചിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട കാര്യങ്ങളിൽ പോലും നമ്മളെല്ലാവരും പരിസര സന്തോഷത്തിൽ തന്നെയാണ് ആയിരുന്നത്. തീർച്ചയായിട്ടും കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലായിട്ടുള്ള ദിവസങ്ങളാണ്. നമ്മൾ ഇതേകാലത്തായിരിക്കുമ്പോൾ നമുക്ക് വളരെ പ്രത്യേകമായ ഈ പരിശുദ്ധമായ മാമോദിസ കൂദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ നമുക്ക് ഇത്തരത്തിൽ ബോധ്യമില്ലാത്ത ഒരു കാലത്ത് നമുക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ നമ്മുടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ തിരുക്കർമ്മത്തിന്റെ പൂർണ്ണമായിട്ട് അർത്ഥം പക്ഷെ അന്ന് നമുക്ക് മനസ്സിലാകാതെ പോയ അതിന്റെ പൂർണ്ണത ഇന്ന് ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും അതുപോലെ എത്രത്തോളം ഈ ഒരു അന്നേക്ക് പറഞ്ഞ വിശ്വാസത്തിലാണ് വിശ്വാസ സത്യങ്ങളായിട്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നുണ്ട് എന്നുകൂടി വിചിന്തനം ചെയ്യാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് വളരെ പ്രത്യേകമായിട്ട് ഈ തിരുക്കർമ്മങ്ങളിൽ അതിൻ്റെല്ലാം അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വിശദമായും ഭക്തിപൂർവ്വം നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ സമർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവരും ഭക്തിയോടും കൂടി ഒന്ന് മൗനമായി പ്രാർത്ഥിക്കാം. സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ ശിഷ്യന്മാരെ ഈ കൂതാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പവിത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷക്തരാകുന്ന അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാജകീയ പൗരത്വത്തിൽ പങ്കാരാകുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയമാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സോഫിയ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ഇതിന് ആമേൻ പറയണം കേട്ടോ. പിതാവ് തലയായിട്ട് പിടിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സോഫിയ മാമോദിസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നദാനയിൽ മാമോദിസ മുക്കപ്പെടുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ.
അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസരെ മുദ്രിതരാക്കണമേ. ആബാപിതാവെ അങ്ങേ വിളിക്കുവാൻ പുത്ര സ്വീകാര്യരാത്മാവെ ഈ ദാസർക്ക് നൽകണമേ. കൈവയ്പ ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഈ മക്കളെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിലെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മക്കളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസർക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച സോഫിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നഥാനയേൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയും ഈ ദാസർ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസരെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഈ ദാസർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യ സൗഭാഗ്യത്തിന്റെയും അടയാളമായി സോഫിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യ സൗഭാഗ്യത്തിന്റെയും അടയാളമായി നഥാനയേൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവായ ദൈവമേ, പാപങ്ങൾ നിരവധിയായി ഈശോയുടെ തിരുരക്തത്താൽ ഈശോയെന്ന് വിശദീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവേ, നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ വാഗ്ദാനം ഈ ദാസരിൽ നിറവേറ്റിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ മക്കളെ ഈശോയുടെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസർ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പിതാവിന്റെയും ധീരപ്രേക്ഷിതരായിരിക്കട്ടെ. നിങ്ങൾ സ്വീകരിച്ച മിശിഹായെ, നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന മിശിഹായുടെ തിരുശരീരങ്ങൾ നിത്യജീവിതത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യസൗഭാഗ്യത്തിലേക്ക് അവകാശങ്ങളായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കളുടെ ആശാകേന്ദ്രവും കുടുംബത്തിന്റെ പ്രകാശവും നാടിന്റെ സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ബാക്കോട്ട് നിൽക്കുമോ? കുറച്ച് ഇറങ്ങി നിൽക്കുമോ? എടുത്തുള്ളിൽ ബാക്കോട്ട് നിന്നു. ആ, കൈ പ്രത്യേകം നോക്കണേ. കൈ കൈ ആ കുഞ്ഞു കുഞ്ഞു ഓക്കെ, എല്ലാവരും കേട്ടോ. നോക്കിയോ നോക്കി നോക്കി പിടിച്ചേട്ടാ. ആ ഓക്കെ ഓക്കെയാണ് പറയുന്നത്. കുഴപ്പമില്ല കുഴപ്പമില്ല. നോക്കി നോക്കി ഇവിടെ
ഞാൻ പറയുന്നത് മുമ്പോട്ട് കൊടുത്തേ മുമ്പോട്ടേ ഒന്നുകൂടി ഫ്രീ ആയിട്ട് കൊടുക്കും ഒന്നുകൂടി വൈഡായിട്ട് കൊടുത്തേ ഒന്നുകൂടി കൊടുത്തേ കൊടുത്തേ കേട്ടോ ഒറ്റ നിൽക്കാം പോലെ മാറ്റിക്കാൻ പറ്റില്ല. ഓക്കെ ഇവിടെ നോക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ ഇപ്പുറത്ത് പോകണം.
നോക്കണേ. Ready? സ്മൈൽ ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കി ചിരിച്ചോണ്ട് നോക്കിയേ. അവനെ നോക്കി, എല്ലാവരും അവനെ നോക്കിയേ. അവനെ കളിപ്പിച്ച് എല്ലാവരും അവനെ കളിപ്പിച്ചേ. ഒരു ഫ്രണ്ടിലേക്ക് വന്നേ. ആ മതി. ഒന്ന് സ്മൈൽ ചെയ്യുന്ന, നല്ല സ്മൈൽ ചെയ്യുന്നേ. ചിരിച്ചിരുന്നേ. ചേട്ടാ ഇവിടെ നോക്കിയേ. ഓക്കെ, ഇവിടെ നോക്കണേ. സംസാരിക്കുന്നേ. മാറില്ലേട്ടോ, മാറില്ലേ? വേണ്ട ചേട്ടാ ഇവിടെ നോക്കിയേ. നിന്റെ തല ക്യാമറയിൽ വയ്ക്കോ. കുറവാ. ഓക്കെ, എല്ലാവരും ആയിക്കോട്ടോ. നോക്കണേ. പോലെ ഫോട്ടോ ആണേ. എല്ലാരും ഇവിടെ നോക്കിയേ. ഫോട്ടോ ചെയ്യണ്ടോ? ചെയ്തോ നോർമലായിട്ട് ചെയ്തോ. വീടിന്റെ സൈഡിലായിട്ട് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഗസ്റ്റിന് എല്ലാവർക്കും അങ്ങോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഇവിടെ നിങ്ങളിവിടെ നോക്കിയേ. ബാക്കി എല്ലാവരും ഇവിടെ നോക്കിയേ.
ഓക്കെ, എല്ലാരും ഇവിടെ നോക്കിയേ. Thank you.
Mani Chechi for a beautiful song. വെള്ളം വേണ്ട. കൺട്രോൾ ചെയ്യണം. കാണുന്നില്ല. നീ എൻ്റെ വീഡിയോസ് വല്ലതും കാണുന്നുണ്ടോ? നമ്പർ തന്നാൽ മതി കേട്ടോ. ഓക്കെ. ഓ വേണ്ട. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റുകരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടും കണ്ണിയാ കുത്തിപ്പിടിക്കും. അയ്യോ സിഗരറ്റ് ൗണ്ടരേ